ശ്രീ എസ് സുരേഷ്, ഇപ്പോൾ സർക്കാർ മാനേജ്മെന്റിന്റെ പിന്നാലെ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഷാജഹാൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു ഫോൺ കോളിൽ ഒതുക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരം ഒരു ഇടപെടൽ എന്തായാലും കാണുന്നില്ലല്ലോ. BJP എങ്ങനെ ഈ സമരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം? ശ്രീ മഞ്ജുഷ്, ഞാൻ ഇതിലപ്പുറം ഒരു ഭീഷണി ഇവിടെ കാണുകയാണ്. ഒന്ന്, ഗവൺമെൻറ് പ്ലീഡറായിട്ടുള്ള ശ്രീ നാഗരാജ് നാരായണനും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിലെ CPMൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ A റഹീമും അതുപോലെ തന്നെ ഇന്ന് AKG സെൻറ്ററിൽ നടന്നിരിക്കുന്ന ചർച്ചയും മാനേജ്മെൻറ്റിൻ്റെ നാരായണൻ നായരും അതോടൊപ്പം തന്നെ കോഴിക്കോട് കൃഷ്ണൻ നായരും ചേർന്ന് നടത്തിയ ചർച്ചയും ഒക്കെ കാണുന്നത് ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ ഇത് മന്ത്രിസഭയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാലും CPIക്കാർ എന്ത് അവകാശവാദം ഉന്നയിച്ചാലും എന്ത് പറഞ്ഞാലും മന്ത്രിസഭയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള മുൻതൂക്കം കണക്കിലെടുത്ത് ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു സമീപനം തന്നെ എടുത്തേക്കുമെന്നുള്ള ഭയാശങ്ക നിലനിൽക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം BJP ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് യഥാർത്ഥത്തിൽ ലോ അക്കാഡമിയിൽ ഇന്ന് ഉയർന്നിരിക്കുന്ന ഈ സമരത്തിന് വളരെ 30 വർഷത്തെ ചരിത്രമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1994 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു സമരത്തിൻ്റെ മറ്റൊരു സെക്കൻഡ് ഫേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തെ ഇനിയും നിങ്ങൾ മുക്കിക്കൊല്ലാൻ ശ്രമിക്കരുത്. ഇതിവിടുത്തെ ഒട്ടനവധി സ്വകാര്യ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശക്തമായിട്ടുള്ള നിയമം കൊണ്ടുവരാനും തക്കതായിട്ടുള്ള നടപടികൾ എടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. ശരി. മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രി സ്വാശ്രയ കോളേജുകളെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ സൗകര്യപൂർവ്വം കേരള ലോ അക്കാദമി ഒഴിവാക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ വ്യക്തിപരമായ ചില ആരോപണത്തിന് അപ്പുറമുള്ള ചില ആരോപണങ്ങൾ കൂടി ഇവിടെ വന്നിരുന്നു. സർക്കാർ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾ പ്രവർത്തിക്കുമ്പോൾ ഈ ലോ അക്കാദമി വിഷയത്തിൽ താങ്കളുടെ ഇടപെടൽ സംശയകരമാണെന്ന് ഷാജഹാൻ മാത്രമല്ല BJP നേതാവ് S സുരേഷും ഈ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. സർക്കാർ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാണ്. അത് സർക്കാരിൻ്റെ കേസുകൾ നടത്താനായിട്ടുള്ളതാണ്. അത് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് ലോ അക്കാഡമി കൊടുത്ത കേസിൽ ഞാൻ ലോ അക്കാഡമിക്ക് വേണ്ടി ഹാജരാകുന്നില്ല. അതുപോലെ ഗവൺമെൻറ്റിനെതിരെ ഒരു കേസിലും ഞാൻ ഹാജരാകുന്നില്ല. ഇതിൽ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഇഷ്യൂവിൽ ഞാൻ ഇടപെടുന്നെങ്കിൽ മാത്രമേ ആ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. ആ ഒരു എത്തിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ വരുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇരിക്കുന്ന സ്റ്റാൻഡിനെതിരെ ഞാൻ ഒരു സ്റ്റാൻഡ് എടുക്കുകയോ കോടതിയിൽ കേസ് പറയുകയോ ചെയ്യുന്നതിന് മാത്രമേ ഒരു എത്തിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഗവൺമെന്റിനെതിരെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇപ്പം ലോ ഇടപെടുകയാണ്. ആശാ ട്രീസ, സംശയകരമായി എന്തെങ്കിലും കാണുന്നുണ്ടോ വിദ്യാർത്ഥി സംഘടനകൾ? ഇപ്പോൾ ഇവിടെ നിന്ന് ചർച്ചയിൽ തന്നെ ഇന്ന് AKG സെന്ററിലെ ചർച്ചയെക്കുറിച്ച് സംശയകരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തെ മുക്കിക്കൊല്ലുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ കോളേജിന്റെ ബോർഡ് അംഗമാണ്. അപ്പം ഇത് ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടക്കും. അപ്പം ഞങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെയും സിൻഡിക്കേറ്റിൻ്റെയും തീരുമാനങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അപ്പയർ ചെയ്യുന്ന ആള് കോളേജിന്റെ ബോർഡ് അംഗമാണ്. അപ്പോൾ പലതരത്തിൽ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ താല്പര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ജീവിതത്തിനെയും അക്കാദമിക്സിനെയും കാളും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആശ ട്രീസ, ഭരണപക്ഷത്തെ പ്രമുഖരായ CPM ഒരു വശത്തും മറ്റു പാർട്ടികൾ എതിർവശത്തും നിന്നുകൊണ്ടുള്ള ഒരു സമരം എന്ന രീതിയിലേക്ക് ഇത് പോകുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടോ? താങ്കൾ ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്തയാളാണല്ലോ, വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രതിനിധിയാണല്ലോ. തീർച്ചയായിട്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നുണ്ടെന്ന് തന്നെ വേണം പറയാം. പക്ഷെ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇത് രാഷ്ട്രീയ ഭേദമന്യേ തുടങ്ങിയതാണ്. പല വിദ്യാർത്ഥി സംഘടനകളും ഒരു തരത്തിൽ പോലും യോജിക്കപ്പെടാൻ പറ്റാത്ത പല വിദ്യാർത്ഥി സംഘടനകളും ഒരേ ആവശ്യത്തിന് വേണ്ടി ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ അക്കാദമിക്സ് കാര്യങ്ങളാണ്. ഇതിന് രാഷ്ട്രീയം കലർത്താതെ ഞങ്ങൾക്ക് നീതി നടത്തി തരാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വളരെ കുറച്ച് സമയമുള്ളൂ. റഹീം, ഇതിൽ CPM ഒരു വശത്തും, അതായത് മാനേജ്മെന്റിന് അനുകൂലം എന്ന രീതിയിലുള്ള തോന്നൽ പൊതുസമൂഹം
സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. CPIയുടെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകൾ പോലും ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പരസ്യമായ ചില നിലപാടുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി തന്നെ സൂചിപ്പിച്ച കാര്യവും അവരും സംശയിക്കുന്നു എന്നത് തന്നെയാണ്. അല്ല, ഒന്ന് ആശാ ട്രീസ പറഞ്ഞ കാര്യമാണ് പ്രധാനം. രാഷ്ട്രീയം കലർത്തരുത് എന്നുള്ള ആ കുട്ടികളുടെ അഭ്യർത്ഥന. ഇത് രാഷ്ട്രീയം കലർന്നത് എപ്പോഴാണ്? കുട്ടികളുടെയും കുട്ടികളുടെ താല്പര്യമുള്ള, അവരുടെ പെർവ്യൂവിലുള്ള, അവരുടെ ഇൻട്രസ്റ്റുള്ള വിഷയങ്ങൾ കടന്ന് ശ്രീ ആനന്ദിനെ പോലെയും മഹേഷ് കക്കത്തിനെയും പോലുള്ളവർ മറ്റനാവശ്യ വിഷയങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചഴക്കുമ്പോഴാണ് അങ്ങനെ ഏറ്റെടുത്തതാരാ? പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ വേണ്ടി ചിലരാണ്. ഞാൻ പറയട്ടെ, ഞാൻ അങ്ങ് അല്ലല്ല, സംശയമില്ല മഞ്ജുഷേ, എന്നോട് ഇത്രയും സമയം ഇതേപോലെ ഗുരുതരമായ ഒരു വിഷയം നടന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് വളരെ കർശനമായ രീതിയിൽ ഇവരുടെ അഫിലിയേഷൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉള്ള അവരുടെ പരാതി ഉണ്ടായിട്ട് കേസെടുക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ, പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിരവധിയായ പരാതി കൊടുത്തിട്ടുണ്ട്. കമ്മീഷണറുടെ അടുത്ത് നിരവധിയായ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഇതിന്റെ എല്ലാത്തിന്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇവിടെ ഒരേ സമയം താങ്കൾ എടുത്ത സമയം പോലും ആനന്ദിന് കിട്ടിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചയിൽ 9 മണിക്ക് വന്നതാണ്. 27, ഇനി 3 മിനിറ്റ് എനിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയമുണ്ട്. എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല? സർക്കാർ എന്ത് നീക്കമാണ് നടത്തുന്നത്? റഹീം, ഇന്ന് AK സെന്റർ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തതാണോ? അതിന് തൊട്ട് പിന്നാലെ തന്നെ ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തിരിക്കുകയാണ്, ഞങ്ങൾ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയുള്ളൂ എന്ന്. അല്ല, ഇനി അവരെന്നെ പറയട്ടെ. അല്ല, നിങ്ങളൊന്നുകിലും എനിക്കൊന്നും ഇങ്ങോട്ട് അവസരം ഞാൻ പറയട്ടെ. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ പേടിക്കാതിരിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ എന്താ പറയുന്നത് കരുതിയിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു പെൺകുട്ടികളുടെ പരാതികൾ നോക്കിയിട്ടില്ല. പേജ് നമ്പർ 2 അവസാനത്തെ സമയമില്ലാത്ത ഞാൻ വായിക്കുന്നില്ല, വായിച്ചു നോക്കിയാൽ മതി. ഈ പറഞ്ഞ പരാതികൾ ഇനിയുള്ള മിനിറ്റ് അവർ സംസാരിക്കും. ഞാൻ പറയാം, ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് നിങ്ങളാണ്. നിങ്ങൾ ഇടപെടരുത്. വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഭൂമിയുടെ വിഷയം ഉന്നയിക്കുന്നല്ലോ, ആ ഭൂമി പൊന്നുമ്പിലേക്ക് പതിച്ചു കൊടുത്താരാ? നിങ്ങളുടെ കേക്കറിനാരനാ? 2 ഇതവിടെ അല്ലല്ല, നിങ്ങൾ പറയാൻ അവകാശമല്ലേ? 2 ഈ ഡോക്ടർ ലക്ഷ്മി നായർ, ഞങ്ങൾ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സിന്ധിക്കലും പറയാൻ ആൾക്കാരാണ് ഞങ്ങൾ. ആ ബലത്തിലാണ്, ആ രാഷ്ട്രീയ ധാരണയുടെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ പോകുന്നത്. ലോ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എക്സ്റ്റേണൽ ഏജൻസി അവിടെ ചെല്ലുന്നത്. ഡോക്ടർ ലക്ഷ്മി നായർ ഞങ്ങളുടെ മുമ്പിൽ ഹാജരായി. നിങ്ങളുടെ സിൻഡിക്കേറ്റ് ഇരിക്കുമ്പോൾ പോലീസ് കേസിൽ ഉൾപ്പെടെ അവര് ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ? അവസരം തരാതിരുന്നാൽ ചോദിക്കാത്ത ചോദ്യങ്ങളുടെ എല്ലാം ഇത് വളരെ ദൗർഭാഗ്യകരമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. 17/10/2013 കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് നിങ്ങളുടെ കയ്യിലാണ്. അടുത്ത് ഉമ്മൻചാണ്ടി നേരിട്ട് നിയോഗിച്ച നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് കേരള സർവകലാശാല ഭരിക്കുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ 16/5/2014 പഴയ കാര്യങ്ങളെ പോകേണ്ട. പണ്ട് നിർത്തുകയാണ്. ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല. ഇല്ല, അങ്ങനെ വിശദീകരിക്കാൻ സമയമില്ല. ഏറ്റവും കൂടുതൽ സമയം താങ്കൾക്കാണ് നൽകിയത്. ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒരു സെക്കൻഡ്. ഈ ചർച്ചയിൽ ഏറ്റവും കുറവ് സമയം കിട്ടിയത് റഹീമിനാണ് എന്ന വാദം ഉന്നയിക്കരുത്. സമയം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് റഹീമിനാണ്. ബാക്കിയുള്ള പലർക്കും ഇപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അവസാനം ചോദ്യത്തിന് ഉത്തരം നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഇടപെട്ടത്.